ചടങ്ങിൽ മുന്നിൽ വന്നു നിന്നിട്ടും അലോഷ്യസ് സേവ്യറിന് മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രി അവഗണിച്ചു. മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ ശ്രമിച്ചിട്ടും അനുമതി കിട്ടാത്തതുകൊണ്ടാണ് അലോഷ്യസ് കാത്തുനിന്നത്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ കോളേജിലെ NSS യൂണിറ്റ് വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ ഒരു സർവേയാണ് ഇത്തരത്തിലുള്ള ഒരു നിയമത്തിന് പിന്നാലെ വി ഡി സതീശനെതിരെ പൊട്ടിത്തെറിച്ച അലോഷ്യസ് സേവ്യർ രംഗത്തെത്തി. പ്ലീഡർ നിയമനത്തിലെ പിശക് ചൂണ്ടിക്കാട്ടിയത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ഇനിയും ആവർത്തിക്കുമെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ കടുപ്പിച്ചു. സർക്കാർ അധികാരത്തിൽ വന്നത് KSU ചോരയും നീരും നൽകിയാണെന്നും അലോഷ്യസ് പറഞ്ഞു. സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ചിരിക്കുക എന്നത് ഞാൻ പഠിച്ച രാഷ്ട്രീയമാണ്. ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള KSU പ്രവർത്തകരുടെ ചോരയും നീരും വിയർപ്പും ആണ് ഈ UDF സർക്കാർ എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ വീഴ്ചയുണ്ടായി, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം വലിയ രീതിയിലേക്ക് കായികമായി അക്രമം ചെയ്ത ഒരു കൂട്ടത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ആള് ആ ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സർക്കാർ അത് തിരുത്താൻ തയ്യാറാകണമെന്ന് ആ സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് KSU ചെയ്തത്. KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ എൻ്റെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ വികാരത്തെ ഉൾക്കൊള്ളുക എന്നതാണ് ഞാൻ പഠിച്ച രാഷ്ട്രീയം. അത് ഈ സർക്കാരിന്റെ മുൻപിൽ ചൂണ്ടിക്കാണിച്ചു എന്നത് മാത്രമാണ് KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ചെയ്തതൊരു തെറ്റ്. അത് തെറ്റാണെന്ന് ഈ സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഇനിയും ആവർത്തിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അബ്ദുൾ റഹീം വിവരങ്ങളുമായി ചേരുകയാണ്. റഹീം, എന്തായാലും വലിയ തരത്തിൽ ആളിക്കത്തുന്നു KSU മുഖ്യമന്ത്രി പോരെ എന്നുള്ളതാണ്. അതിൽ ഇന്ന് നേരിട്ട് നമ്മൾ ആ ദൃശ്യങ്ങളെല്ലാം കാണുകയും ചെയ്തതാണ്. കാത്തു നിന്നിട്ട് പോലും അലോഷ്യസ് സേവ്യറിന് മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രി മടങ്ങി എന്നുള്ളതാണ്. അതിന് പിന്നാലെ അലോഷ്യസ് പ്രതികരിക്കുമ്പോഴും വളരെ സംയമനം പാലിച്ച് പ്രതികരിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും തനിക്കുള്ള അതൃപ്തി ആ തരത്തിൽ പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട്. KSUവിന് വേണ്ടി താൻ എക്കാലവും സംസാരിക്കും. ഗവൺമെന്റ് പ്ലീഡർ നിയമനം അത് തെറ്റാണ് എന്ന് തന്നെ പറയുന്നു. അതിൽ സർക്കാർ പുനരാലോചന ഉണ്ടാകണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയല്ലേ അലോഷ്യസ് സേവ്യർ ചെയ്യുന്നത്? മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അലോഷ്യസിന് മുഖം കൊടുക്കാതെ മടങ്ങിയത്? ഇത് വലിയ വിവാദങ്ങളിലേക്കൊക്കെ വഴിവെക്കുകയും ചെയ്യില്ലേ? സ്വാതി, തീർച്ചയായും. അതായത് KSUവും സർക്കാരും തമ്മിലൊരു തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു സംഭവം ഒക്കെ തന്നെയും വ്യക്തമാക്കുന്നത്. പ്രധാനമായും KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിയെ കാണാനായി കാത്തുനിന്നു. അതായത് മുഖ്യമന്ത്രി ഈ വേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ തന്നെയും അലോഷ്യസ് സേവ്യർ സദസ്സിലുണ്ടായിരുന്നു. അലോഷ്യസ് സേവ്യർ ഈ മുഖ്യമന്ത്രി പരിപാടി കഴിഞ്ഞ് സദസ്സിൽ നിന്ന് വേദിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്തും അലോഷ്യസ് സേവ്യർ പുറത്ത് തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്ന മറ്റ് ചില ആളുകളോടൊക്കെ തന്നെയും മുഖ്യമന്ത്രി സംസാരിക്കുകയും അവരോടൊക്കെ തന്നെയും കുശലം പറയുകയും അവരോടൊപ്പം ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ അപ്പോഴൊന്നും തന്നെ അലോഷ്യസ് സേവ്യർ അവിടെ നിൽക്കുന്നത് ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി കണ്ടില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ശ്രദ്ധിച്ചില്ല എന്ന് മാത്രമല്ല, അലോഷ്യസ് സേവ്യർ അവിടെ നിന്ന സമയത്ത് അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിക്ക് കൈ നീട്ടുന്നുണ്ട്. ഹസ്തദാനം നൽകാനായി അദ്ദേഹം കൈ നീട്ടുന്നുണ്ട്. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ അലോഷ്യസ് സേവ്യറിനെ മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം കടന്നു പോവുകയായിരുന്നു ഉണ്ടായതെന്നുള്ളതായിരുന്നു. അതിനുശേഷം ഈ സംഭവത്തിന് ശേഷം അലോഷ്യസ് സേവ്യർ പരിപാടിക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ വലിയ രീതിയിൽ തന്നെയുള്ള വിമർശനങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ചും അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് വിഷമമായോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം, താനും മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യനാണ്, തനിക്കും വിഷമമാകില്ലേ എന്നുള്ളതായിരുന്നു അലോഷ്യസ് സേവ്യറിന്റെ ചോദ്യം. ഏതായാലും കടുത്ത വിമർശനങ്ങൾ തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഏതായാലും സർക്കാരും KSUവും ഒരു തുറന്ന പോരിലേക്കാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ ആ ഒരു തീരുമാനത്തിനെതിരെ അലോഷ്യസ് സേവ്യർ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. പ്രത്യേകിച്ചും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു. അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ചോരയും നീരും ഒഴുക്കി, അതായത് അന്നത്തെ സർക്കാരിനെതിരെ ചോരയും നീരും ഒഴുക്കി പ്രതിഷേധം നടത്തിയ, അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയ ആളുകളെ അവഗണിച്ചുകൊണ്ട് എതിർ പാർട്ടിയിലുള്ള ആളുകളെ പരിഗണിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അലോഷ്യസ് സേവ്യറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ അദ്ദേഹം വ്യക്തമായി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ പരിഗണിക്കാനുള്ള സാഹചര്യം എന്താണ്,
അതിനെ ആ രീതിയിൽ തന്നെ വിമർശിക്കും എന്നുള്ളതായിരുന്നു അലോഷ്യസ് സേവ്യർ പറഞ്ഞത്. അത് തന്നെയാണ് അദ്ദേഹം ഇന്നും ആവർത്തിക്കുകയും ചെയ്തത്. സർക്കാരിന്റെ സമീപനങ്ങൾ ഇങ്ങനെയാണെങ്കിൽ വിമർശിക്കേണ്ടതാണെങ്കിൽ വിമർശിക്കുക തന്നെ ചെയ്യും, താനത് തുടരും എന്നുള്ളതാണ് അലോഷ്യസ് സേവ്യർ എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തതായാലും ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ KSUവും തുറന്ന പോരിലേക്ക് പോകുന്നു എന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. ഏതായാലും ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിക്കുമോ എന്നുള്ള ചോദിച്ചപ്പോൾ തീർച്ചയായും അദ്ദേഹം ഞങ്ങളുടെ കൂടി മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ കാണും എന്നുള്ള തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ KPCCയിൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആ കാര്യത്തിലൊക്കെ തന്നെയും KPCCയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായൊരു സമീപനമാണ്, KSUവിന് അനുകൂലമായൊരു സമീപനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുകൂടി അലോഷ്യസ് സേവ്യർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ഏതായാലും മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പാടെ അവഗണിച്ചു. അതായത് KSUവിന് പാർട്ടിയുടെ പോഷക സംഘടനയിൽപ്പെട്ട KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ പാടെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാനോ അദ്ദേഹത്തിനോട് ഹസ്തദാനം നൽകാനോ പുഞ്ചിരിക്കാനോ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല. തന്റെ രാഷ്ട്രീയ നേതാക്കളെ കാണുമ്പോൾ സ്വാഭാവികമായും പുഞ്ചിരിക്കുക എന്നുള്ളത് താൻ പഠിച്ച രാഷ്ട്രീയമാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അത് മുഖ്യമന്ത്രി അത് പഠിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ അദ്ദേഹത്തെ വിമർശിക്കാൻ താൻ ആളല്ല, അത് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അദ്ദേഹമാണ്. പക്ഷേ താൻ പഠിച്ചിരിക്കുന്ന തന്റെ രാഷ്ട്രീയം ഇതാണ്. എന്തായാലും മുഖ്യമന്ത്രിയും KSUവും തമ്മിലുള്ള പോര് കടുക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സംഭവം. ഈ ഒരു ചടങ്ങിലെ സംഭവം കൂടി ആയതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ കടുപ്പത്തിലേക്ക് നീങ്ങുന്നുണ്ട്. വിവരങ്ങളാണ് അബ്ദുൾ റഹീം നൽകിയത്.